ഞാൻ ഈ കാണുന്ന പോലെ ഒന്നുമല്ല നാട്ടിൽ. ഇവിടെ പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമേഴ്സ് ആണല്ലോ വരുന്നത്, കാശുണ്ടാക്കണം. അത് നമ്മൾ തരം ചെയ്യണ്ട. നാട്ടിലത്തെ പോലെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കസ്റ്റമർ ഇതായിപ്പോകും. അതുകൊണ്ട് യാത്രയൊക്കെ സുഖമായിരുന്നോ? അയ്യോ, ഞാൻ എംബ്രൻസിലല്ലേ വന്നേ. പിന്നെ യാത്ര പൊളിക്കും, യാത്ര പൊളിയായിരുന്നു. ബീച്ച് ചേച്ചി ഉസ്താദ് ഫിലിമിലെ മോഹൻലാൽ പോലെയാണ്. ആണോ? വരട്ടെ. നീ കുവൈറ്റിലല്ലേടാ, ഉണ്ടാണ്ടിരി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു വൃത്തിയായിട്ട സ്ത്രീ ആയിരുന്നു എങ്കിൽ ഞാൻ നാട്ടിൽ കണ്ടിട്ട് ആളുകളുടെ കൂടെ കിടക്കൂലായിരുന്നോ? നിങ്ങൾ അപ്പം തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് കാശിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സ്ത്രീയാണ്, അല്ല അച്ചു? അല്ലേ? അങ്ങനെ വല്ല കാശിനോട് ആക്രാന്തമുള്ളൊരു ലേഡി ആയിരുന്നുവെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ കോണ്ടാക്ട്, ഇഷ്ടംപോലെ ആണുങ്ങൾ എന്നെ വിളിച്ചതാണ്. ഞാൻ എന്തുകൊണ്ട് പോയില്ല? അവിടെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി എൻ്റെ ഒരു എത്രത്തോളം ഒരു ഇതുണ്ടെന്ന്. എനിക്ക് പോയി ഇഷ്ടംപോലെ ആണുങ്ങളെ കിട്ടും, കൈ നിറച്ച് സമ്പാദിക്കാം. ഓക്കെ, ഞാൻ ദുബായ് ചെയ്ത തൊഴിൽ അത് നാട്ടിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത്രയും ഗതികെട്ട് പോയിട്ടില്ല ഞാൻ. ഓക്കെ, നാട്ടിൽ പോയ ഞാൻ, എൻ്റെ മക്കൾ. ഇനി കഥയുടെ പൊടിപൂരം. നാട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ വിളിച്ചതാ. നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തരാം. വാഗമണ്ണി പോയപ്പോൾ തന്നെ 2-3 ആളുകൾ പറഞ്ഞു, ചേച്ചി ഒരു നൈറ്റ് വരുമോ, 80,000 രൂപ തരാമെന്ന്. മനസ്സിലായോ? അങ്ങനെ 80,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കരക്കാരെ കയ്യിൽ നിന്ന് പൈസ മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ 80,000 രൂപയ്ക്ക് അവൻ്റെ അമ്മച്ചോട് പറഞ്ഞിട്ട് ഒരു നൈറ്റ് അവൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. എന്തുകൊണ്ട് പോയില്ല? ഞാൻ ദുബായിൽ നിന്ന് പോയത് എൻ്റെ മക്കളോട് എൻജോയ് ചെയ്യാൻ വേണം. കാണിക്കുന്ന ആളുകളുടെ കൂടെ ഇഷ്ടംപോലെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. സുഖമായിട്ട് ജീവിക്കാതെ ഇഷ്ടംപോലെ കാശും കിട്ടിയേനെ. എൻ്റെ ബുഷറ, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ആണുങ്ങളുടെ കൂടെ, നാട്ടിൽ ഒരുത്തൻ്റെ കൂടെ ഒരു ഹോട്ടലിലോ എവിടെയും പോയി കിടന്നിട്ടില്ല. പ്രണയിച്ചിട്ടുണ്ട് ആണുങ്ങളെ, അല്ലാണ്ട് ഒരു ഞാൻ ഒരുത്തൻ്റെ കൂടെ മാത്രം നാട്ടിൽ പോയിട്ടുണ്ട്, ഒരാളുടെ കൂടെ. അത് അങ്ങനെ പോയോന്ന് ചോദിച്ചാൽ പോയിട്ടില്ല. അത് വണ്ടിയിൽ ഇരുന്ന് വെറുതെ പിടുത്തം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് കവച്ച് വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു കാറിൽ വെച്ചിട്ട് പിടുത്തം, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ വലുതാണെങ്കിൽ എനിക്ക് നാട്ടിൽ ജീവിച്ചുകൂടെ, എനിക്ക് ദുബായിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിലാണല്ലോ കിട്ടാൻ കേട്ടാ. വിൻസെന്റിന് സുഖമാണോ? ആ മൈരം വന്നിരുന്നു, ഞാൻ ഓടി. ചേച്ചി നമ്മളും ഉണ്ട് കേട്ടോ കഥ കേൾക്കാൻ, വെറും സബ് മാത്രം പറയില്ലേ. ഓ ദാ ഹായ് മക്ബൂൽ, സുഖല്ലേ? പാറമടയിൽ പോയിരുന്നു. ഓ, ഈ സാമാനം ഞാൻ അടിക്കണില്ല, നമ്മൊരു കൊറോണ എടുത്തോണ്ട് പറ്റേ. ഒരു പെക്കടിച്ച് തലകടി. ഹബീബി വെൽക്കം ബാക്ക് ആൻറ്റി. ഹായ്, ഹൗ ആർ യു? വെൽക്കം ടു ദുബായ്. ദുബായ് സബ് എത്തിയോ? ഓ എത്തിയേച്ചി, എത്തി. സൗമ്യജിക്ക് സുഖല്ലേ? ബിജിയെ കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ. എന്നെയാ? അത് നിങ്ങൾ പറ കറക്റ്റാട്ടോ. ഞാൻ ഇവിടുന്ന് വെള്ളപ്പാറ്റിയായി നാട്ടിൽ പോയിട്ട് നാട്ടിൽ ഫുള്ള് കറുത്തിരിക്കുക, കരവളിച്ച്. എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ ആലുവ, നമ്മൾ പെരുമ്പാലും പ്രൈവറ്റ് സ്റ്റൈലിലൂടെ പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആലുവയിലെ പയ്യന്മാർ, എടാ ബീച്ചേച്ചി, ഓട്ടോറിക്ഷ കയറി ബീച്ചേച്ചി, എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി ബീച്ചേച്ചി. എത്ര ആൾക്കാരാ ഫോട്ടോ എടുത്തത്. സീരിയസ്ലി കറുത്ത് കരുവാളിച്ചിട്ട് പോലെ ആൾക്കാർക്ക് എൻ്റെ ആള് ഫുള്ള് എൻ്റെ പിന്നാരിയാണ്. അപ്പം കറുപ്പിലല്ല ഭംഗി കേട്ടോ, നമ്മുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ ഭംഗി കേട്ടാ. മനസ്സാണ് നമ്മുടെ മനസ്സും ഈ ഹൃദയമാണ് ഏറ്റവും വലിപ്പം കൂടിയത്. രണ്ട് സൗന്ദര്യത്തിലല്ല കേട്ടോ. സൗന്ദര്യമുള്ള പെണ്ണുങ്ങളൊക്കെ വേണം പുട്ടിയിട്ടിട്ട്, ചിലപ്പോൾ അവരെ പൂറ് ചീഞ്ഞതായിരിക്കും. അങ്ങനെ ചിന്തിക്കണം, മനസ്സിലായോ? അത്ര മനസ്സാണ് ഏറ്റവും വലുത്. കറക്റ്റ്, മനസ്സ് നന്നായാൽ മതി
അല്ലെങ്കിൽ ഈ കുശുമ്പും കുഞ്ഞായ്മയും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കുറേ മൈരന്മാരും പൂറികളും ഉണ്ട്. അവരൊക്കെ സാമാനം കുണ്ണ പുഴുത്തതും പൂറ് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, ഫാമിലി ഈസ് ഗുഡ്. തെറി പറയില്ലേ വിജി? തെറി പറഞ്ഞതല്ല, പറഞ്ഞതാ. ചേച്ചി പൊളിയല്ലേ? നാട്ടിൽ നിന്ന് എത്തിയോ? ഓ എത്തി മുത്ത എത്തി. എന്തേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഭൂഷറ? മനസ്സ് നന്നായാലും ഇതുപോലെയുള്ള സംസാരം ആരും പറയില്ല ബിജിക്കുട്ടി. യെസ് ചേച്ചി, സത്യം. അയ്യോ ബി ചേച്ചി പറഞ്ഞത് ഫുള്ള് സത്യാ. ഇവിടെ കുറെ മാന്യന്മാരുണ്ട്, കമ്മനിടാൻ മാത്രം. ഭർത്താനം പറയുമ്പോൾ ഇത്ര നാക്ക ചേച്ചി ചേച്ചിന്ന്. അതെന്താ അങ്ങനെ? കുവൈറ്റിൽ വരുമോ? ചേട്ടൻ ഞാൻ ദുബായിലാണ്, കുവൈറ്റിലല്ല. ഹായ്. ആ ഇപ്പോഴൊരു പൂ തന്ന്. തുടക്കം ഷനാബൊക്കെ കുറിച്ചപ്പോൾ എല്ലാവരും തന്നു. ആരും മെറീസ, നമുക്കൊരു നല്ല ജീവിതം വേണം, നമ്മൾ നല്ല രീതിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾ സപ്പോർട്ടാക്കും. അല്ലാത്തവരെന്താക്കുക? എൻ്റെ കൊറോണ അവിടെ ഇരിക്കുന്നു. ഒരു പെക്കടിച്ചപ്പോൾ തന്നെ നല്ലത്. കുറേ നാളായിട്ട് എനിക്ക് ഇന്ന് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഭയങ്കര ടെൻഷൻ, അതുകൊണ്ട് ഒരു പെക്കടിച്ചതാണ്. നിങ്ങളാരും കണ്ടില്ലല്ലോ അടിച്ചത്. സമാധാനമുണ്ട്. കുറേ കാലം. പിന്നെ ഞാൻ വെയിറ്റ് കുറഞ്ഞില്ലേ? ബിജി ഐ ലവ് യു. ഉഫ്, എന്നോട് അങ്ങനെ ഐ ലവ് യു പറയല്ലോ കേട്ടോ. ഞാനൊരു പെരയൊക്കെ വെച്ചിട്ട് വേണം ഒരുത്തരെ കല്യാണം കഴിക്കാൻ. എന്നിട്ട് വേണം എൻ്റെ മക്കളെ സേഫ് ആക്കാൻ. എൻ്റെ ഇനിയിപ്പോൾ ജൂൺ അതിന് വീടൊക്കെ ചോരും. വീട് പണി സ്റ്റാർട്ടാക്കിയിട്ട് വേണം. അമ്മച്ചി അവിടെ തന്നെ കിടക്കുള്ളൂ. അമ്മച്ചിക്ക് കൂടെ ചേച്ചി ഉണ്ടല്ലോ. എൻ്റെ വീടില്ലേ, അതിൽ അമ്മ കിടക്കും, അമ്മയും ചേച്ചി ഉണ്ട്. ഞാൻ പുതിയ പേര വെച്ച് മാറണം, അല്ലെങ്കിൽ ശരിയാവില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ കെട്ടിയോ വന്നു, ഞാൻ പോലീസുകാരെ വിളിച്ചു വരുത്തി, നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഞാനൊരു വീട് വെച്ചിട്ട് വേണം മക്കളും ആരും താമസിക്കണം. അത് ശരിയാവില്ല, പല വഴക്കുകളുണ്ടാവും ഇനി അവിടെ. ബിജി കൂടെ ഞാനുണ്ട്. സത്യം. അമ്മച്ചിയെ കൂട്ടി ചേച്ചി വന്ന് നിൽക്കും. ശരിയാവില്ല. അമ്മച്ചിക്ക് പ്രായം അധികം ആയിട്ടില്ലല്ലോ. അമ്മച്ചി കുറച്ച് പഠിക്കട്ടെ. സത്യം. ഒരെണ്ണം കൂടെ അടിക്കുന്ന അയ്യാറ്റാ, എന്നിട്ട് വേണം എൻ്റെ വായനുള്ളത് കേൾക്കാൻ. അങ്ങനെ വേണ്ട, കൊറോണ അടിക്കും. അമ്മച്ചിക്ക് അതാ ടെൻഷൻ. ശരിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അമ്മച്ചി ഒറ്റയ്ക്കാക്കുമെന്ന്? വീട് പണി സ്റ്റാർട്ടാക്കുന്നുണ്ട്. ഇപ്പം കിണറിന് സ്ഥാനം കണ്ടു, അത് കിണർ കുത്താൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് നിന്നല്ല. ഇപ്പം പെരവണി ഇപ്പം ഇല്ല ചേച്ചി, കാരണം അത്ര കാശ് പിന്നെ ഇല്ല. സ്ഥലം മേടിച്ചിട്ട് 10-55 ലക്ഷം രൂപയായി. ഇനി പെരവണി ഇപ്പം ഇല്ല, തൽക്കാലം ഇല്ല. അമ്മച്ചി സ്കൂളിൽ പോകുന്നുണ്ടോ? അമ്മച്ചിനെ കൊണ്ടുപോകും. അതിന് നന്ദിയില്ല ചേച്ചി, വെറുതെ. അമ്മച്ചിക്ക് അങ്ങനെ നന്ദിയൊന്നുമില്ല. ബിജി കാണാൻ ആഗ്രഹമുണ്ട്. അതിനെന്താ, വർക്ക് എടുക്കുകയാണെങ്കിൽ വരണ്ട, ഫ്രണ്ട്ലി ആയിട്ട് കാണാം. എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് മസാജ് ചെയ്യാനാണെങ്കിൽ താല്പര്യമില്ല. ഫ്രണ്ട്ലി ആണെങ്കിൽ ഓക്കെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മുന്നോട്ട് പോകാം. കസ്റ്റമർ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ പണിയെടുത്ത് അവർ പോകും, അതവിടെ കഴിഞ്ഞു. നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ ഓക്കെ.